Hi guys, once again welcome back to my YouTube channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് സെൽഫ് ലവ് അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു ജസ്റ്റ് ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ വാട്സാപ്പിലോ ടെക്സ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓഫീസിൽ നിന്നും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. സൗജന്യമായി അയച്ചു തരും സെൽഫ് ലവ് അഫർമേഷൻസ്. അത് പ്രാക്ടീസ് ചെയ്യേണ്ട രീതിയും പറഞ്ഞു തരും. എനിവേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു റിലേഷൻഷിപ്പിനെ ഡാമേജ് ആക്കുന്ന അല്ലെങ്കിൽ ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഫീലിംഗിലേക്ക് കൊണ്ടെത്തിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. സോ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കേൾക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. അതായത് ഒരു റിലേഷൻഷിപ്പിനെ ഒരിക്കലും ഡാമേജ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കാതിരിക്കുക. അതിനുവേണ്ടി നമുക്ക് ചെയ്യാനും കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. എനിവേ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഫീലിംഗ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടി ഇടകലർന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു റിലേഷൻഷിപ്പിൽ ആ റിലേഷൻഷിപ്പിനെ വേഴ്സ്റ്റ് ഫീലിംഗിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും മറച്ചു വെച്ച് സംസാരിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളത്. ഒരു പക്ഷേ നിങ്ങളെ വേദനിപ്പിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളോടത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രെസ്ഡ് ആകും, നിങ്ങൾക്കത് ആ ഒരു ഫീലിംഗ് മാനേജ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. മേ ബി അവരുടെ പ്രൊഫഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ പേഴ്സണലി ഉണ്ടായിരുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. പക്ഷേ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾ പോസിറ്റീവായി ഹെൽത്തിയായി കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓപ്പണായി സംസാരിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ട കാര്യം. സോ അത്തരത്തിലുള്ള എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ ഹൈഡ് ചെയ്യുമ്പോൾ ആ ഒരു ഫസ്റ്റ് നിങ്ങൾ ഒരു തവണയാണ് ആ ഒരു ഹൈഡിങ് എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുടർച്ചയായി നിങ്ങൾക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മറച്ചു വെക്കാൻ വേണ്ടി ഒരു കാര്യം സംസാരിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പ്രവർത്തിച്ചു എങ്കിൽ അത് വീണ്ടും നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. സോ അത് ലൈഫിലെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തന്നെയാണ്. സോ എന്ത് തന്നെയാണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി ഒരു റിലേഷൻഷിപ്പിൽ ആ റിലേഷൻഷിപ്പിനെ ഡാമേജ് ആക്കുന്ന അല്ലെങ്കിൽ ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെയോ അവർ നിങ്ങളെയോ മറ്റൊരു വ്യക്തിയുമായി കമ്പയർ ചെയ്തുകൊണ്ട് സംസാരിക്കുക, അവരെ പോലെയാകുക അല്ലെങ്കിൽ അവരെ കണ്ടു പഠിക്കൂ. ലൈക്ക് ഇങ്ങനെയുള്ള എവ്രിതിങ് എല്ലാ കാര്യത്തിലും എന്താണ് ഒരു കമ്പാരിസൺ വരുന്ന സമയത്ത് തീർച്ചയായും നിങ്ങളെ മറ്റൊരു വ്യക്തിയുമായി കമ്പയർ ചെയ്യുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് അങ്ങനെ തന്നെയായിരിക്കും. ബിക്കോസ് എവ്രി വൺ യുണീക്ക് എന്ന് വിശ്വസിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. ആൻഡ് അത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളായി നിലകൊള്ളാനായിരിക്കും ഇഷ്ടം. നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അവനെ കണ്ടുപഠിക്കുക അല്ലെങ്കിൽ അവളെ കണ്ടുപഠിക്കുക, അവനെ പോലെയാകണം, അവളെ പോലെയാകണം എന്ന രീതിയിലുള്ള സംസാരം ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തിയായി കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കില്ല. അതൊരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തന്നെയാണ്. ആൻഡ് അതൊരു കണ്ടീഷനും കൂടിയാണ്. അങ്ങനെ ഒരു ഡാമേജ് ആക്കുന്ന രീതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ്. സോ നെവർ കമ്പയർ. അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പിനെ വളരെ ഈസിയായി ഡാമേജ് ആക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ടൈമിനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയാതെ പോകുന്ന ഒരവസ്ഥ. ഒരു പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് നിങ്ങൾ ഒരുപാട് ഹാങ് ഔട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ആ ഒരു ടൈം അവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടൈം എന്ന് പറയുന്ന ഒരു എനർജി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ മൈൻഡിൽ അങ്ങനെ ഒരു വിഷമം, ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വൈബ് വരാൻ സാധ്യത കൂടുതലാണ്. സോ നിങ്ങളുടെ പാർട്ട്ണർക്കും ആ ഒരു ടൈം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ പ്രയോറിറ്റി നൽകുക. നിങ്ങളെല്ലാവരോടും ടൈം സ്പെൻഡ് ചെയ്യുന്ന പോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറോടും കൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ലൈഫിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ വരുന്ന ഒരു വേഴ്സ്റ്റ് ഫീലിംഗ് തന്നെയായിരിക്കും. എന്നാൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇനി ഒരു റിലേഷൻഷിപ്പിനെ ഡാമേജ് ആക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള മറ്റൊരു ഫീലിംഗ് ആണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തു, അത് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചു എന്ന് വിചാരിക്കുക. പക്ഷേ അവർക്ക് അതിൻ്റെതായ യാതൊരു റിഗ്രറ്റും ഇല്ലാതെ അതേ കാര്യം തന്നെ വീണ്ടും ചെയ്യുന്നു, അതേ പ്രവൃത്തി അവരിൽ നിന്നും വീണ്ടും ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ഇത് നമ്മളെ വളരെയധികം വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് തരുന്ന ഒരു സന്ദർഭമാണിത്. സോ
റിലേഷൻഷിപ്പിൽ അത് നിങ്ങളുടെ പാർട്ട്ണറോടാണെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളോടാണെങ്കിലും ആരോടാണെങ്കിലും നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ഏതൊരു വ്യക്തിയോടാണെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം കൂടിയാണിത്. നിങ്ങളൊരു പ്രവൃത്തി ചെയ്തു, ആ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോടാണ് നിങ്ങളത് ചെയ്തത് എങ്കിൽ അവരുടെ ഭാഗത്തുനിന്നുകൂടി ചിന്തിക്കുക. തീർച്ചയായും അത് അവർക്ക് വിഷമകരമാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിൽ തട്ടുന്ന എന്തെങ്കിലും വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ അവരെ ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി മുറിപ്പെടുത്തുന്ന എന്തെങ്കിലും പ്രവൃത്തികളായിരിക്കാം. എനിവേ, നിങ്ങൾക്കതിൽ റിഗ്രറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം തോന്നാതെ വീണ്ടും അതേ പ്രവൃത്തി ചെയ്യുന്നത് ആ റിലേഷൻഷിപ്പിനെ എന്നേക്കും ഡാമേജ് ചെയ്യാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. സോ അങ്ങനെ ഒരു സഹായം നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. ബിക്കോസ് അതൊരു നെഗറ്റീവായിട്ടുള്ള കർമ്മയാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നും അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വാക്കുകളോ പ്രവൃത്തികളോ വന്നിട്ടുണ്ടെങ്കിൽ ആ റിഗ്രറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ആദ്യം വന്നു വിചാരിക്കുക. ഓക്കെ, പിന്നീട് അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. സോ അങ്ങനെ നമുക്ക് റിഗ്രറ്റ് തോന്നുക, അല്ലെങ്കിൽ അയ്യോ വേണ്ടായിരുന്നു, അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, അങ്ങനെ പറയണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രവണത വരുന്ന സമയത്ത് സ്വയം കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രവൃത്തികളിൽ നിന്നും എന്നേക്കും മാറി നിൽക്കുക. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൂടുതൽ പോസിറ്റീവായി ഹെൽത്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കും. അല്ല എങ്കിൽ തീർച്ചയായും ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്കായിരിക്കും നിങ്ങളെ കൊണ്ടെത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഹെൽത്തിയായി കൊണ്ടുപോകാൻ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ല കാര്യമാണ്. അവരെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആർ യു ഹാപ്പി നൗ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഈസിയായി നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്മൂത്തായിട്ട് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും അവരുടെ മൈൻഡ് അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കാനും ശ്രമിക്കുക. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൂടുതൽ പോസിറ്റീവായി സ്വാധീനിക്കും എന്നുള്ളത് തീർച്ചയാണ്. സോ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരിക്കലും കൊണ്ടുപോകാതിരിക്കുക. ഹെൽത്തിയായി കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ കാണാം.